നമ്മുടെ വിഷുവിൻ്റെ വിശേഷം എന്താണെന്നല്ലേ? പതിവ് പോലെ തന്നെ. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ വട്ടം വിഷു ഒന്നും കൂടി സന്തോഷമാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളും കൂടി ഈ വട്ടം വിഷുവിന് ഇതാ നമ്മുടെ കമ്പിത്തിരി മത്താപ്പൊക്കെ കത്തിക്കുന്നത് കാണാൻ അവർ റെഡിയാണ്. അപ്പോൾ ഇതാ കൺമണിക്കുട്ടി ഞാനും കൂടി ഈ കമ്പിത്തിരി മത്താപ്പൊക്കെ കത്തിക്കുന്നത് നോക്കി ഇതാ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അവർ നമ്മുടെ അടുത്തേക്ക് ഞാൻ തീ ആയ കാരണം ഇങ്ങോട്ട് അടുത്തേക്ക് കടത്തി വിട്ടില്ല. ഇതാ പക്ഷെ എല്ലാവരും നല്ല പോലെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷുവിൻ്റെ തലേദിവസം തൊട്ട് തന്നെ തുടങ്ങും പടക്കം കമ്പിത്തിരിക്കും കത്തിക്കൽ. അപ്പോൾ ഇതൊക്കെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷമായിട്ട് നമ്മൾ കണിയും കാര്യങ്ങളൊക്കെ ഒരുക്കുക. പിന്നെ കുട്ടിപ്പട്ടാളങ്ങൾ നമ്മുടെ കമ്പിത്തിരി മത്താപ്പൊക്കെ കത്തിച്ച് കഴിയുന്ന വരെ അവർ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വിഷുക്കണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ അമ്പലത്തിലേക്ക് പോന്നിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തിരുവണിക്കാവ് ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നീട് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് വിഷുക്കണി നേട്ടമൊക്കെ തന്നു. കൺമണിക്കുട്ടിയുടെ അച്ചാച്ചനും അമ്മാമരും കൂടിയായിരുന്നു അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്ത മോൻ ഇവിടെ ഇല്ലാത്ത കാരണം അതിലൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു. ശേഷം ഞാനത് വീട്ടിലേക്ക് വീട്ടിൽ പോയിട്ട് വീണ്ടും അമ്മേരെ കൂടി ഇരുന്ന് വീണ്ടും ഒരു ഭക്ഷണം കഴിക്കില്ല. അതൊരു സ്ഥിരം പതിവാണ് കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ എത്ര ഭക്ഷണം കഴിച്ചാലും വീട്ടിൽ പോയി അമ്മേരെ കൂടി ഇരുന്ന് അച്ഛനുള്ള ടൈമിൽ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും ആയിരുന്നു. പച്ചില്ല. അപ്പോൾ അമ്മേരെ കൂടെയൊക്കെ ഇരുന്ന് ആ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞു. വീട്ടിൽ പോലും കുറച്ച് കുറവായ കാരണം ഇങ്ങനെയുള്ള വിശേഷങ്ങൾക്കാണ് കുറച്ച് ടൈം ഞാൻ ഇത്തിരി നേരം വീട്ടിൽ നിൽക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ മക്കളോടൊക്കെ യാത്ര പറഞ്ഞു. അപ്പോൾ നമ്മുടെ അച്ചുട്ടനിട്ട് അവന് എപ്പോഴും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം, അത് അവന് നിർബന്ധമാണ്. അതേപോലെ തന്നെയാണ് കണ്ണൻകുട്ടിക്കും അവന് ഉമ്മ കിട്ടണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ്. വിഷു കഴിഞ്ഞിട്ടൊക്കെ കൊടുത്ത് അപ്പോൾ ഇതാ ഇത്രയ്ക്കൊക്കെ ഉള്ളോട്ട് എൻ്റെ വിഷു വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.